സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇത് പ്രതികരിക്കാൻ വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോശം സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തിനും ഏതിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു വലം തോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു വലത് സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ എല്ലാം ആയിരുന്നൊരു എൻ്റെ സുഹൃത്താണെന്ന് ചോദിച്ചാൽ സുഹൃത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അത് സഹോദരനാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, അല്ലാത്തൊരു ഒരു ആത്മബന്ധമായിരുന്നു എനിക്ക് അവനുമായിട്ടുണ്ടായിരുന്നത്. അവൻ ഈ കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റിലായി ചികിത്സയിലായിരുന്നു. ആള് കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആൾ പോയി. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഇതുവരെയും എനിക്കത് ഉള്ളിൽ നിന്ന് മാറിയിട്ടില്ല. അവന് ഞാനൊരാളാവണം, ഞാൻ എവിടെയെങ്കിലും എത്തിപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്നെ ഒരു കലാകാരനായിട്ടും എല്ലാ രീതിയിലും വളർത്താനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിന്നൊരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഒരു വിയോഗത്തിൽ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണം എന്നാഗ്രഹിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ ആളുകൾ ഇത് ചിലപ്പോൾ എൻ്റെ ഒരു പ്രതികരണം ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വേടൻ്റെ വിഷയമാണ്. നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ആ വേടൻ്റെ വിഷയങ്ങൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ നമ്മൾ എടുത്തിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്, വേടനെതിരെ യുവ ഡോക്ടറിൻ്റെ ഒരു പരാതി. അതായത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ആളുടെ പരാതി എന്ന് പറയുന്നത്. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020-21 കാലഘട്ടങ്ങളിൽ വേടൻ ഈ പറയുന്ന യുവ ഡോക്ടറുമായിട്ട് ഈ ശാരീരിക ബന്ധത്തിലും അതേപോലെ തന്നെ പല കാര്യങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് അതിനുശേഷം 2023 ആയപ്പോഴേക്കും വീണ്ടും ഇവർ തമ്മിൽ പ്രോഗ്രാമിന് വേടൻ കൊച്ചിയിൽ വന്ന സമയത്തും പലയിടത്തും വെച്ചിട്ടും ഒരുമിച്ച് കാണുകയുണ്ടായി. പിന്നീട് അതിനുശേഷം വേടൻ 2023 ശേഷം ഈ ഡോക്ടർ ടോക്സിക് ആണ്, ഡോക്ടറിൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറിനെ നൈസായിട്ട് ഒഴിവാക്കുകയും അതിൽ വലിയ ഡിപ്രഷനിലായിരുന്നു ഡോക്ടർ. 2024 ആയപ്പോഴത്തേക്കും വീട്ടിൽ അടച്ചിട്ടിരിക്കുക, പിന്നെ ചികിത്സ തേടി പോവുക, അങ്ങനത്തെ മെൻ്റലി ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിൽ കൂടിയൊക്കെ കടന്നുപോയി. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നു. പല ന്യൂസുകളും വന്നു. വേടൻ്റെ ലഹരി ഉപയോഗത്തിൽ പോലീസ് പിടിച്ചതും ഫോറസ്റ്റ് പുലിപ്പല്ലിൻ്റെ പേര് പിടിച്ചതും അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നപ്പോഴും മീറ്റു ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു വന്നപ്പോഴും ഒന്നും പ്രതികരിക്കാതെ ഈ യുവ ഡോക്ടർ ഇത്രയും കാലം കാത്തിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. മോണലോവ എന്ന് പറയുന്ന വേടൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ട് പാടിയൊരു പാട്ടാണെന്ന് വേടൻ പലപ്പോഴും പറയുകയുണ്ടായി. ആ പാട്ട് വേടൻ പാടി അവതരിപ്പിച്ച സമയത്ത് പോലും ഈ യുവ ഡോക്ടറെ നമ്മളെങ്ങും കണ്ടിട്ടില്ല. അഡ്രസ്സ് ഇല്ലാത്ത, പേരില്ലാത്ത, നാളില്ലാത്തൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പരാതിയാണ്. ഇതിൽ ഞാൻ കണ്ടൊരു ശ്രദ്ധേയമായിട്ടൊരു കമന്റ് എന്ന് പറഞ്ഞാൽ, കഴപ്പുള്ളപ്പോൾ അത് കാമം, കഴപ്പ് കഴിഞ്ഞാൽ പീഡനം എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞ ആ 2 വരികളേ ഉള്ളൂ. ആ 2 വരികളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ യുവ ഡോക്ടർ എന്ന് പറയുന്ന സ്ത്രീ, പുള്ളിക്കാരി 2020-21 കാലയളവിൽ വേടൻ ഒപ്പമായിരുന്നുവെന്നും വേടൻ പല രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അതിനുശേഷം ഇത്രയും നാളായി 2-3 വർഷം എടുത്തു അത് പീഡനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഇരുന്ന് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിന്നീട് വന്നിട്ട് പറയുകയാണ് അത് പീഡനമായിരുന്നു. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, ആ വേടനെതിരെ കഞ്ചാവ്, പുലിപ്പല്ല് അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും പൊരുതി തോറ്റതിന് ശേഷം ഇവർ പുതുതായി കണ്ടെത്തിയൊരു മാർഗമാണ് പീഡനം. ആ പീഡനം എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ ആ രീതിയിലേക്ക് ഈ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് എടുക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? ലഹരിയുടെ വിഷയത്തിൽ വേടനെ കൊടുക്കാൻ പറ്റില്ല. 2 പുലിപ്പല്ലിൻ്റെ വിഷയത്തിൽ വേടനെ കൊടുക്കാനേ പറ്റില്ല. 3 മീറ്റു ആരോപണ വിഷയം, മുൻപുണ്ടായിരുന്ന വിഷയം കുത്തിപ്പൊക്കി കൊടുക്കാൻ നോക്കി. അതും എങ്ങും എത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഐഡിയ, യുവ ഡോക്ടർ, പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആക്രമിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഇരയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നിയമമുണ്ട്. പക്ഷേ ഒരു വ്യക്തി അയാൾ കുറ്റം ചെയ്തെങ്കിൽ മാത്രമല്ലേ പീഡനം ചെയ്തു അല്ലെങ്കിൽ പീഡനവീരനാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇരയ്ക്കുള്ള അതേ അവകാശം പ്രതിക്കുമുണ്ട്, അല്ലേ? പ്രതിയാണ് എന്ന് കോടതി പറയുന്നത് വരെ അദ്ദേഹത്തിന്, ഒരു വ്യക്തിക്കുണ്ട്. ഇരയെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്താണോ അവർക്കുള്ള അവകാശം, അതേപോലെ തന്നെ ഇത് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കും ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പലരുടെയും കമന്റിൽ ഞാൻ കണ്ടു റേപ്പർ അല്ലെങ്കിൽ പീഡനവീരൻ അല്ലെങ്കിൽ കഞ്ചാവോളി പീഡനവീരനായിട്ട് മാറുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വഭാവ വൈകൃതം അല്ലെങ്കിൽ മനോവൈകല്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വേടന് ദേഷ്യം വരുമ്പോൾ കൂടുതൽ അങ്ങ് വൈകൃതമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക ഹാർഡായിട്ടുള്ള രീതിയിലാണ് വേടൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ന്യൂസ് ഞാൻ കണ്ടു. തന്തയ്ക്ക് പിറക്കാഴിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാരണം ഇത്രയും നാളായിട്ടും ആ യുവ ഡോക്ടറിന് മനസ്സിലായില്ല തന്നെ അവൻ പീഡിപ്പിക്കുമായിരുന്നു എന്ന്. ഇത്ര നാൾ അവന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തെന്ന്. എല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് വേടൻ എന്നെ പീഡിപ്പിച്ചു. അറിവില്ലാ പൈതമാണല്ലോ, ഡോക്ടറാണ്, അറിവില്ലാ പൈതം. ഞാൻ ഇത് അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ എനിക്കെതിരെ കേസെടുക്കാം. എന്നാലും ഞാനിവിടെ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം, 2020-21 വേടൻ ഇത് ചെയ്തപ്പോൾ അന്ന് മനസ്സിലായില്ലേ ഡോക്ടറെ പീഡിപ്പിക്കുകയായിരുന്നെന്ന്? അന്ന് കൂടെ എല്ലാത്തിനും സഹകരിച്ച് നിന്നത് നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടായിരുന്നോ?
അപ്പോൾ നിങ്ങളിത് ചെയ്ത സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ വേടൻ ഇങ്ങനെ എന്നെ ചെയ്തു എന്നുള്ളത്? ഒരു ഫെയിമിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റി കരിവാരിത്തേക്കാനായിട്ട് തോന്നിവാസവും തന്തയ്ക്ക് പറക്കാഴിയും കാണിക്കുന്നതിനെ മറ്റ് പല പേരുകളിൽ വിളിക്കണം. ഞാൻ ആ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ ജനങ്ങൾ വിളിച്ചോളും, ഈ വീഡിയോ കാണുന്ന ആളുകൾ വിളിച്ചോളും. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ന്യൂസുകളിൽ ഞാൻ കണ്ടു, കാരണം കുറേ പേരൊക്കെ വേടനെ ഇങ്ങനെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ചില അവതാരകരുടെ പ്രസ്താവനകളൊക്കെ ഞാൻ കണ്ടു. പിന്നീട് ന്യൂസ് വേണ്ട രീതിയിൽ തന്നെ വായിക്കുന്ന ആളുകളുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു വാർത്ത ഞാനൊന്ന് പ്ലേ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു വാർത്തയാണ്, വേടനെതിരെ ബലാത്സംഗ കേസ്, യുവതി തൃക്കാക്കര പോലീസിൽ പരാതി നൽകി. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. വേടനെതിരെ നിലവിൽ നേരത്തെ തന്നെ മീറ്റു ആരോപണങ്ങളും ഇതുപോലെ സ്ത്രീകളുടെ എതിരായ പരാതികളും ഒക്കെ വന്നിരുന്നു. അതിൽ ഇപ്പോഴൊരു ബലാത്സംഗ കേസായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്നലെയാണ്. കൊച്ചി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഉള്ളത്. ഇവിടെയാണ് ഇന്നലെ രാത്രി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു യുവ ഡോക്ടറുടെ പരാതിയിലാണ്, അവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഇത് പ്രകാരം ഈ യുവ ഡോക്ടറും വേടനും തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെ 2020-21 കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. ആ പരിചയത്തിനൊടുവിൽ വേടൻ ഈ ഡോക്ടറുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ ഡോക്ടറെ ആദ്യം ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി. ആ ബലാത്സംഗത്തിന് ശേഷം വേടൻ ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പിന്നീട് കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് വേടന്റെ പ്രോഗ്രാമുകളുള്ള സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ ഈ ഡോക്ടറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ 2023 അവസാനമായപ്പോഴേക്കും ഈ ഡോക്ടർ ടോക്സിക് ആണെന്നും പൊസസീവ് ആണെന്നും ഒക്കെ പറഞ്ഞ് അവരെ വേടൻ ഒഴിവാക്കുകയായിരുന്നു. അതിനുശേഷം വലിയ ഡിപ്രഷനിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്കും വിഷാദത്തിലേക്കും ഒക്കെ പോയി എന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നീട് പലതവണ ചികിത്സ തേടി ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു. അതിനൊക്കെ ശേഷം ഒടുവിൽ ഈ വേടനെതിരെ കഴിഞ്ഞ ഇടയ്ക്ക് 2 കേസുകൾ വന്നിരുന്നു, വനംവകുപ്പിന്റെ കേസ്, അതിനൊപ്പം ഈ ലഹരി കേസ്. അതിനിടയിൽ ആ സമയത്ത് ഒന്നിലേറെ സ്ത്രീകൾ വേടനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന മീറ്റു ആരോപണങ്ങളിൽ വീണ്ടും പ്രതികരിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിൽ എന്താണ് ചോദിച്ചൊക്കെ ആ ആരോപണത്തിന് പിന്നാലെയാണ് ഈ സ്ത്രീ, ഈ ഡോക്ടർ ഇപ്പോൾ എല്ലാം ഉറപ്പിച്ച് വേടനെതിരെ പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ ഇത് വിശദമായി പറയുന്നുണ്ട്, തന്നെ എന്തൊക്കെ ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ മൊഴിയിൽ പറയുന്നുണ്ട്. കണ്ടില്ലേ? ഈ വാർത്തയ്ക്ക് ശേഷം ഞാൻ ഏഷ്യാൻ ന്യൂസിൽ അതിനുശേഷം അവരിട്ടിരിക്കുന്ന വീഡിയോ കാണാൻ ഇടയുണ്ടായി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻസ്റ്റാ പേജ് വഴി പരിചയം, ആദ്യ കൂടിക്കാഴ്ച കോഴിക്കോട് വെച്ച്, അന്ന് അനുവാദമില്ലാതെ ചുംബിച്ചു, ശരി. പിന്നീട് ബലാത്സംഗം ചെയ്തു, തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം താമസിച്ചു. വേടനെതിരായ യുവതിയുടെ പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബലാത്കാരമായിട്ട് ചുംബിച്ചു, പിന്നീട് 3 ദിവസം തന്നോടൊപ്പം താമസിച്ചു. ഡോക്ടർ ഉറക്കമായിരുന്നല്ലേ? ഡോക്ടറിന് അനസ്തേഷ്യ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഡോക്ടർ ഈ മരുന്ന് കഴിച്ചിട്ട് സെഡേഷനിലായിരുന്നു. അപ്പോൾ അവൻ ബലാത്കാരമായിട്ട് ഉമ്മ വെച്ചപ്പോൾ ആരോടും പറയാൻ പറ്റിയില്ല. അപ്പോഴത്തെ ആ ഒരു നിമിഷത്തിൽ കൈവിട്ടു പോയി. ഒന്ന് ഉറക്കം കരഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞേനെന്നൊക്കെ പറയുന്നത് പോലെ ഡോക്ടറിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അങ്ങ് മാറിപ്പോയി. കാരണം ഈ ഡോക്ടർ എങ്ങനെയാണ് വേടനെ ഫോളോ ചെയ്യുന്നതെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി വേടൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് തുടങ്ങിയ ഒരു ആരാധനയാണ് ഈ പറയുന്ന ഇങ്ങനത്തെയുള്ള കഴപ്പിലേക്കൊക്കെ മാറിയെന്നുള്ളത് ആ ഒരു വാർത്തയിൽ തന്നെ അവർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അതിനുശേഷം 3 ദിവസത്തോളം വേടൻ ആ ഫ്ലാറ്റിൽ തന്നോടൊപ്പം ചിലവഴിച്ചു. അത് ആരുടെ സമ്മതത്തോടു കൂടി? വേടൻ്റെ ആഗ്രഹം കൊണ്ടാണെങ്കിൽ വേടൻ അടച്ചു പൂട്ടിയിട്ടൊരു വ്യക്തിയെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയാം. ഇത് അടച്ചു പൂട്ടുകയോ കൈയും കാലും കെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഡോക്ടറിന് അങ്ങ് എന്തൊക്കെയോ അങ്ങ് പറയണമെന്നുണ്ട്. ആരുടെയോ പേരിൽ സ്വന്തം ജീവിതം പണയം വെച്ചാലും സ്വന്തം അഭിമാനം പണയം വെച്ചാലും കുഴപ്പമില്ല, ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ഞാനങ്ങ് സംസാരിക്കും. ഈ കഞ്ചാവും പുലിപ്പല്ലും അങ്ങോട്ട് ഏറ്റില്ല അല്ലേ എവിടാ മക്കളെ? അപ്പോൾ കണ്ടെത്തിയൊരു മാർഗം ഈ വേടൻ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. മുൻപേ വേടനെതിരെ മീറ്റു ആരോപണമുണ്ട്. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് ശക്തമാവില്ല. അങ്ങനെ ഒരു വിഷയം കിട്ടിയെങ്കിലല്ലേ ഒരു രസമുള്ളൂ. ഇതിൽ RSSൻ്റെയും BJPയുടെയൊക്കെ ഒരു പരിപാടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കിതിനകത്ത് പറയാനില്ല. കാരണം ഞാൻ പലപ്പോഴും BJP RSSനെയൊക്കെ പറയുമ്പോൾ ഉരുപൊട്ടുന്ന പല ആളുകളും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, എടാ ഇങ്ങനല്ലല്ലോ അങ്ങനല്ലേ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ തോന്നിവാസം അല്ലെങ്കിൽ തന്തയില്ലായ്മ ഇത് രണ്ടും കാണിക്കുന്ന കൂട്ടർ ആരാണോ, അതിന് BJP ആയാലും RSS ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ആം ആദ്മി ആയാലും ആരാണെങ്കിലും നമ്മൾ എതിർക്കും. അതിന് കുരു പൊട്ടിയിട്ടോ വിഷമം തോന്നിയിട്ടോ ഒരു കാര്യമില്ല. ചെയ്യുന്ന തന്തയില്ലായ്മയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏഷ്യാൻ ന്യൂസിൽ ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്നത് ഞാൻ ആദ്യം പ്ലേ ചെയ്ത പോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞൊരു വാർത്ത എന്താണെന്നോടൊന്ന് പ്ലേ ചെയ്യാം. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത്. വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത്. അതൊരു പരിചയമായി. തന്നോട് പരിചയപ്പെടണം
എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 2021 ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. അവിടെ അന്ന് തറയിൽ ഒരു ബെഡ് ഇട്ടാണ് ഇരുന്നത്. അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. അതിനുശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി. തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു. മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് 5 സന്ദർഭങ്ങളിലായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട്ട് വെച്ച് മാത്രമല്ല, കൊച്ചിയിലെ തന്റെ താമസ സ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. മാത്രവുമല്ല, സാമ്പത്തികമായി വേടനുമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് 2021 ഡിസംബർ മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴായി വേടൻ തന്റെ പക്കൽ നിന്ന് 31,000 രൂപ വാങ്ങിയിട്ട് അതിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും GPay വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്, അതിന്റെ തെളിവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. വേടൻ സാമ്പത്തികമായിട്ട് ആ സമയങ്ങളിൽ മുന്നോക്കം നിന്നവനല്ല. പിന്നീടാണല്ലോ വേടന് കുറച്ചൊക്കെ പൈസ വന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ആ പണം ചിലപ്പോൾ ഒരുപക്ഷെ വേടൻ വാങ്ങിയിട്ടുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. തെളിവുകളുണ്ടെങ്കിൽ വേടൻ വാങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ആ പൈസ തിരിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ പൈസ കൊടുത്തതിൻ്റെ പേരിൽ ആ തെളിവ് മാത്രം വെച്ചുകൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയാനൂടെ കാണിച്ചൊരു മനസ്സ്, അത് ആർക്ക് വേണ്ടിയാണെങ്കിലും സ്വന്തം മാനം വിറ്റ് ജീവിക്കുന്നതിന് തുല്യമാണ് ഡോക്ടറെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ടെങ്കിലും ആ വേടൻ എന്ത് ചെയ്തിട്ടുള്ളവനാണ്, എന്തിനു വേണ്ടി സംസാരിച്ചിട്ടുള്ളവനാണെന്നെല്ലാം ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നൊരു കാഴ്ചയാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെണ്ണുകേസിൽ കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രവണത. ആ പ്രവണതയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലും കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ വേടൻ ഈ 31,000 രൂപ ഇവർ കൊടുത്തു. വേടൻ ഒരു തറയിൽ ഒരു പാവരിച്ച് ഇരുന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്നുകൊണ്ട് പീഡിപ്പിച്ചു എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തവും പൂർണ്ണമായിട്ടും ബാഡ് ടച്ച് ഏതാണ് ഗുഡ് ടച്ച് ഏതാണെന്ന് അറിയാവുന്ന സ്ത്രീകൾക്കിടയിൽപ്പെട്ട ഒരു ഡോക്ടർ തന്നെയാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. തൻ്റെ ഫ്ലാറ്റിൽ വന്ന് തറയിൽ ഇരുന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കയറി പീഡിപ്പിച്ചു അത്രയും. ആരെ കാണിക്കാനാണ് ഈ തന്തയ്ക്ക് പുറക്കാഴിക പറയുന്നത്? ഇതിനൊക്കെ എന്താണെന്നുള്ളത് നമുക്കിനി വരുന്ന കാര്യങ്ങളിൽ അറിയാം. അതിനുശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാനൊരു വാർത്ത കണ്ടിരുന്നു. അതായത് ഈ വേടനെതിരെയുള്ള ബലാത്സംഗ പരാതി നിയമപരമായി നേരിടുമെന്ന് വേടനും വേടന്റെ കുടുംബവും പറഞ്ഞതായിട്ട്. എന്തായാലും ആ രീതിയിൽ തന്നെ വരണം. കാരണം വേടൻ എന്താണെന്നും വേടൻ എന്ന് പറയുന്ന വ്യക്തി ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അറിയാവുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ ഈ വേടനെതിരെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിലുള്ള കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് പകല് പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്കറിയാം, അല്ലേ? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ വേടനെതിരെ ഈ രീതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായി തീരുമെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരു വ്യക്തി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എങ്ങനെ പറയാൻ സാധിക്കുമല്ലേ? കാരണം സത്യം അതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും നാളുകൾ, 1 വർഷം കഴിഞ്ഞ കേസാണെങ്കിൽ ഓക്കെ, 10 മാസം കഴിഞ്ഞ കേസ് അല്ലെ 2 മാസം കഴിഞ്ഞാണെങ്കിൽ ഓക്കെ, ഇത് 2-3 വർഷത്തിന് ശേഷം ഒരു പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. വേടൻ ഇങ്ങനെ എന്നെ കയറി ഇങ്ങ് പിടിച്ചു എന്നുള്ളത്. സ്വന്തം മാനം പോയാലും കുഴപ്പമില്ല, കുറച്ച് കാശ് കിട്ടിയാൽ ഞാൻ എന്തും പറയും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ആളുകളുടെയൊക്കെ ചിന്താഗതിയും ആളുകളെ ആ രീതിയിലേക്ക് വല വീശി പിടിക്കുന്ന ആളുകളുടെ മനോഗതിയും മാറി എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ മനസ്സിൽ. ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വേടൻ. അത് രാഷ്ട്രീയം പറഞ്ഞ് സംസാരിച്ചു എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലുള്ളവർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? രാഷ്ട്രീയത്തിലെ ഒരു പ്രതിനിധി ഇതിനുവേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ ഈ വേടൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിരുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അയാൾ പറഞ്ഞപ്പോൾ കുറച്ച് രാഷ്ട്രീയം കൂടി ചേർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൊണ്ടു. എങ്കിൽ ഈ വേടൻ ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എത്ര പ്രതിനിധികളുണ്ട്, ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന പ്രതിനിധികളുണ്ട്. ഇവരാരും ഒരു കാര്യവും ഇതിനു വേണ്ടിയിട്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനു വേണ്ടി സംസാരിക്കേണ്ടി വന്നത്? ഒരു പ്രതിനിധി പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഒരു സാധാരണക്കാരനായിട്ട് ഒരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവന് കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ടൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു പക്വതയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പേടിച്ച് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തിൽ കൂടി കറങ്ങി തിരിഞ്ഞു വരുന്നൊരു വിഷയമാണിതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാം. ഈ ഒരു വിഷയം പെണ്ണ് കേസും എവിടെയെങ്കിലുമൊക്കെ പോയി തീരും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതെന്തായി തീരും, ഇതെങ്ങനെ വരും, ഇതാരാണ്, എന്താണ് സംഭവം എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ വേണം. ഇനി ഈ പറഞ്ഞത് തന്തയ്ക്ക് പ്രക്കാഴിക പറഞ്ഞത് വെറുതെ ആണെങ്കിൽ അവളെ പിടിച്ച് അകത്തിടാനുള്ള സംവിധാനം കൂടി ഈ പറഞ്ഞ ആളുകൾ ഒരുക്കി കൊടുക്കുക. പിന്നെ വേടനെതിരെ സംസാരിക്കാനായിട്ട് സൈബർ പോരാളികളായിട്ടുള്ള മുതുവാണങ്ങളോട് പറയാനുള്ളത്, ഈ പെണ്ണാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഒരു പരാമർശവുമായിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ അവൾക്കെതിരെയും സംസാരിക്കാൻ
കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ഈ വിരലുകൾ പൊങ്ങണേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തായിരുന്നു വേടൻ, ഏതായിരുന്നു വേടൻ, എന്തിനു വേണ്ടിയായിരുന്നു വേടൻ, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു വേടൻ എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും നന്നായിട്ട് അറിയാം. ഇനി അതറിയില്ലെങ്കിൽ പറയാനായിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ പെണ്ണ് വിഷയവും അങ്ങോട്ട് ഏക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വ്യക്തതയുണ്ട്. വേടൻ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നതും വേടനെ സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഓക്കെ, ബൈ.